നീ ഒന്നും പറയണ്ട, നീ ചെന്നിട്ട് അവിടെ വിളിച്ചോണ്ട് വരാൻ നോക്ക്. ഇവിടെ ഒരു ഉമ്മ ഉണ്ടല്ലോ കിടന്ന് കഷ്ടപ്പെടാനേ, അത് കാരണമാണ് നിങ്ങക്ക്. പോയി വിളിച്ചോണ്ട് വരാൻ നോക്ക്, നീ ഒന്നും പറയണ്ട. എന്താണ് ഉമ്മ? ഉമ്മക്ക് അറിയാലോ, പോയിട്ട് 10 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അതിന്റെ ഇടയിലാണ് ഉമ്മ ഇങ്ങനെ പറയാൻ നിൽക്കുന്നത് അല്ലേ? എന്താണ് ഉമ്മ ഇതൊക്കെ? 10 ദിവസല്ലേ? ഇവിടെ ഉമ്മ എന്തോരം കിടന്ന് കഷ്ടപ്പെടുന്നത് മോൻ അറിയണ്ട. ഉമ്മയല്ലേ ചെയ്തെങ്ങനെയും സത്തോട്ടെ അല്ലേ? അതാണ് നിങ്ങളെ ഭാര്യമാര് പണിയെടുക്കാൻ പാടില്ല. ഇന്നത്തെ മക്കളെല്ലാം അങ്ങനെ തന്നെ. ഉമ്മ കിടന്ന് പട്ടി പണിയെടുക്കും പോലെ പണിയെടുത്താലും നിങ്ങൾക്ക് ഒരു വിഷമല്ലടാ. നിങ്ങളെ ഭാര്യമാർ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കണ്ടുപിടിച്ച് എൻ്റെ പെണ്ണ് പണിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് അതാ നിങ്ങൾക്ക് നോട്ടം. ഉമ്മ കിടന്ന് നരകിച്ചോട്ടെ, നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു വിഷയമല്ല. ഒന്നും നീ പറയാൻ നിൽക്കണ്ട. നീ ചെന്നിട്ടേ പെണ്ണിനെ പോയി വിളിച്ചോണ്ട് വാ. എടുത്താൽ പൊന്നില്ല ഓരോ ഫാൻറ്റുകൾ, അത് ദിവസം മാറ്റി മാറ്റി മാറ്റിയിടും. ആര് കഴുകും പറഞ്ഞിട്ടാ അതിന് തന്നെ ഓരോ പെണ്ണുങ്ങളെ കൊണ്ടുവരുന്നത്. അല്ലമ്മ, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആളെ വിളിച്ചിട്ട് കൊണ്ടുവരണ? നീ ഒന്നും ചെയ്യണ്ട, നീ പോയി വിളിച്ചോണ്ട് വരിക, അത്ര തന്നെ ചെയ്താൽ മതി. അല്ലാ, ഞാൻ എന്തൊക്കെ എന്തിനാ മോള് ഇതൊക്കെ ചെയ്യണേ? ഉമ്മ ചെയ്യില്ലേ? ഇത് 8-ാം മാസമാണ്, നല്ലപോലെ സൂക്ഷിക്കണം കേട്ടാ. നീ എന്തിനിപ്പോ അടുക്കളയ്ക്ക് വന്നിട്ട് ഈ മീനൊക്കെ പൊരിക്കാൻ നിൽക്കണേ? ഇതൊക്കെ ഉമ്മ പൊരിച്ചല്ലേ? ഉമ്മാനോട് പറഞ്ഞാൽ പോരെ? മോള് നീ നല്ല പക്വത ചെയ്യണോ? ഈ പണികളൊന്നും നീ എടുക്കണ്ട. നീ നിന്റെ കാര്യം നോക്കിയിട്ട് മിണ്ടാണ്ട് ഉമ്മ കൊണ്ട് തരുന്നത് കഴിക്കുക, അവിടെ ഇരിക്കുക. അതൊന്നും കുഴപ്പമൊന്നുമില്ലമ്മ, ചെറിയ പണി തന്നെയല്ലേ. അവിടെ പോയി എന്തോരം പണി ഞാൻ ചെയ്യുന്നതാണ്. ഇതൊന്നും കുഴപ്പമൊന്നുമില്ല. എന്ത് അവിടെ പോയിട്ട് നീ പണിയൊക്കെ എടുക്കുന്ന? അവിടെ പോയിട്ട് നീയൊന്നും പണിയെടുക്കണ്ട. അവിടെ പണിയെടുക്കാനല്ല നിന്നെ കല്യാണം കഴിച്ചു കൊടുത്തത്. അവിടെ അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അവർ ആരെങ്കിലും ഒരാളെ പണിക്ക് വെക്കട്ടെ. എൻ്റെ മോൾ അവിടെ പോയി കഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എൻ്റെ മോളെ പറഞ്ഞാക്കണില്ല, പ്രസവിച്ചിട്ട് പറഞ്ഞോണ്ട് കേട്ടാ. എനിക്ക് ഈ മീൻ പൊരിച്ച് ഈ വന്നപ്പോൾ തന്നെ എനിക്കൊരു സമാധാനം കേടാണ്. ഇതുവരെ നിന്നെ ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. ഈ ഇപ്പം എന്തിനാ അടുക്കളയിൽ കിടന്നിട്ട് ഇതൊക്കെ പൊരിക്കാൻ നിൽക്കണേ? ഇതൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ മോൾ എൻ്റെ അടുത്ത് പറഞ്ഞോ, നാ മരുമ വരുമ്പോൾ പറഞ്ഞോണ്ട് എന്തായാലും പ്രസവിച്ചിട്ട് പറഞ്ഞാക്കാൻ നിന്നെ. അവിടെ കൊണ്ടുപോയി പണിയെടുപ്പിക്കാനൊന്നും ഞാൻ പറഞ്ഞാക്കൂല. പൊന്നു പോലെയാ നിന്നെ നോക്കണ, അറിയോ? ഈ എവിടെ ചെന്നിരുന്നേ? മോള് മീനൊന്നും പൊരിക്കണ്ട, ചെല്ല്. നിനക്കെല്ലാം പൊരിച്ചിട്ട് ഉമ്മ മേശമ കൊണ്ട് വയ്ക്കുക, വന്ന് കഴിക്കുക, പോയിരിക്കുക. അല്ലാണ്ട് ഈ ഒരു പണി നീ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യണ്ട. ചെല്ല്, മോള് ചെയ്യണ്ട, കൊണ്ടങ്ങണ്ട് അവിടെ പോയിരിക്കും. അല്ലുമ്മ, അവിടത്തുമ്മ എന്നെ വെറുതെ പണിയെടുക്കുക പറഞ്ഞോണ്ടേ ഇരിക്കും. അതൊന്നും കുഴപ്പമില്ല മോളെ. ഇത് ഫോൺ അടിക്കില്ല മോളെ, ആരാന്നൊന്നും നോക്കി. പണിയെടുക്കുക കുട്ടിനെ കൊണ്ട് പണിയെടുപ്പിക്കുക അവിടത്തെ ഉമ്മ. അടിക്കുന്നുണ്ടല്ലോ, എന്തെടുക്കാത്തവള്? ഹലോ ഹലോ ഷമീർക്ക. നീ പോയിട്ട് ഇന്നത്തേക്ക് എത്ര ദിവസമായെന്ന് അറിയോ? 10-12 ദിവസമായില്ലേ? എനിക്കിണ്ട് വരണമെന്ന് എനിക്കൊരു ചിന്ത എനിക്കില്ലേ? എന്തപ്പോൾ നിൻ്റെ അവസ്ഥ? ഇപ്പം ഞാൻ പറയാൻ വേണ്ടി, ഞാൻ വിളിക്കാൻ വേണ്ടി നീ കാത്തിരിക്കുകയാണ് ചെയ്യണത്. ഒരു സമയമാകുമ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് പോയി കഴിഞ്ഞാൽ ഒറ്റ ഇരുത്താണ് ഇരിക്കേണ്ടത്. എന്താ നീ ഇങ്ങനെയൊക്കെ? ഒരാളെപ്പോഴും പറയാൻ നിൽക്കണം എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ, കണ്ടറിഞ്ഞ് മനസ്സിലാക്കേണ്ടതൊക്കെ. എനിക്ക് യൂസ് ചെയ്തു, പക്ഷെ ഒരുപാട് മിസ്യൂസ് ചെയ്യല്ലേ, കേട്ടല്ലോ? ഇന്നത്തെ ഈ 12 ദിവസമായി. എന്ത് ഷമീർക്കാക്ക് പറ്റി? ഞാൻ കുറച്ച് ദിവസം നിൽക്കുന്നു പറഞ്ഞിട്ടല്ലേ വന്നത്. അതിനെന്തിനാ എന്നോട് ചൂടാവുന്നത്? അതെ, ഞാൻ ചൂടായതല്ല, കാര്യം പറഞ്ഞതാണ്. നീ ഒന്നും നോക്കാൻ നിൽക്കണ്ട. നീ അവിടുത്തെ ഡ്രസ്സും കാര്യമൊക്കെ നോക്കിയിട്ട് ബെയിലാക്കാൻ കൊടുക്കും, കേട്ടില്ലേ? ഞാൻ പണ്ട് വരുന്നുണ്ട്. അതിന് മാത്രം എന്താ നടന്നത് ഷമീർക്ക? ഞാൻ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് വരാം. ഇവിടെ ഉമ്മ ഒറ്റയല്ലേ, പിന്നെ താത്തയും കൂടി ഇല്ലാത്തല്ലേ. നിൻ്റെ ഉമ്മ ഒറ്റയ്ക്കാനുള്ള ബോധം എനിക്ക് അവിടെ ഉണ്ട് അല്ലേ? അപ്പം എൻ്റെ ഉമ്മ ഇവിടെ ഒറ്റയ്ക്കാന്നുള്ള ബോധം എനിക്കിവിടെ ഇല്ല അല്ലേ? നല്ലത്, നല്ല രസമുണ്ട്. അതേ, നീ കൂടുതൽ വർത്തമാനം പറയാൻ നിൽക്കണ്ട, കേട്ടല്ലോ? ഞാൻ ഇപ്പം അങ്ങോട്ട് വരുന്നുണ്ട്. നീ ഡ്രസ്സ് മാറിയിട്ട് അവിടെ നിന്നോ, ഞാൻ ഇപ്പം അങ്ങോട്ട് വരും, കേട്ടാ? ഹലോ ഹലോ, ഫോൺ വെച്ചല്ലോ ഷമീർക്ക. അല്ല മോള് ആരോട് അത്ര നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ? ആരാ? അത് ഷമീർക്കയാണ് ഉമ്മ വിളിച്ചത്. വിളിച്ചിട്ട് തന്നെ ഒരേ ചീത്തയായിരുന്നു. 10 ദിവസത്തിൻ്റെ മുകളിൽ നിന്നില്ലേ, ഇക്ക വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. മോള് വന്നിട്ട് ഇപ്പോൾ 10 ദിവസമൊക്കെ ആയില്ലേ? അപ്പം അവിടുത്തെ ഉമ്മ വല്ലതും പറയുന്നുണ്ടാവും. അതാവും മരുമോൻ മോളോട് ദേഷ്യപ്പെട്ടത്. മോള് പോയ ഉമ്മ ഒറ്റക്കാവൂലേ?
അല്ലമ്മ, ഇത്തയൊക്കെ വിളിക്കാറുണ്ടാ? എന്താ വിശേഷം ഇത്താടെയൊക്കെ? ഓ, താത്താടെ വിശേഷമൊന്നും മോള് ചോദിക്കണ്ട. നിനക്ക് കണ്ടില്ലേ ഈ അമ്മായിയമ്മ ഓരോന്ന് പറഞ്ഞിട്ട് നിന്റെ മരുവൻ വിളിക്കാൻ വരുന്നു. അതുപോലെയല്ല അവൾക്ക് ഒരു പേടിയില്ല, ആരും ഒരു പേടിയില്ല. കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസം എണ്ണിയ പോലെ 4-5 ദിവസം നിന്ന് അങ്ങനെ അവൾ പിണങ്ങിയിട്ട് പോയതാ. അതിലെന്തോ ഒരു കുട്ടിയെ കിട്ടി, അതും കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്തായാലും എൻ്റെ കാലിൻ്റെ ചോട്ടിക്ക് വരുമല്ലോ എന്ന്. അവൻ പോകാറൊന്നുമില്ല, ഞാൻ ഇട്ട് വിളിക്കാറുമില്ല, അവളും ഇങ്ങോട്ട് വിളിക്കാറില്ല. അപ്പം അങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് വന്ന വിവരങ്ങളൊക്കെ അറിയണമെന്നും ഇരിക്കില്ല. എന്നാൽ പിന്നെ നിനക്കൊന്ന് വിളിച്ച അഹങ്കാരിയാണ്. അതൊന്നും പറയണ്ട, പറയാണ്ടിരുന്നാലും അതന്നെ നല്ലത്. ഇല്ലമ്മ, എന്തിനാ ഇങ്ങനെ വാശിയും വൈരാഗ്യം വെച്ചിട്ടൊക്കെ ഇരിക്കണേ? ഒന്ന് വിളിച്ച് അന്വേഷിച്ചൂടെ? എന്നെയും കാട്ടി കുറച്ച് 1 മാസത്തിന് കൂടുതലല്ലേ? ഡേറ്റ് ആവാറായില്ലേ? 9 മാസം ആയില്ലേ? അപ്പോൾ വിളിച്ച് അന്വേഷിച്ചൂടെ ഉമ്മാക്ക്? ആര് വിളിക്കണേ? ആരും വിളിക്കാറില്ല. അവൾ പിണങ്ങി പോയിട്ട് കുറച്ച് ദിവസം കുറച്ചിടയായിട്ട് അവൻ പോക്കും വരവായിട്ട് നിന്ന്. അപ്പോൾ അവൻ വിളിച്ചിട്ട് അവൾ വന്നൂടെ? അവൾ വന്നില്ല, വാശിക്കാരിയാണ്. അങ്ങനെ അവർ വീട്ടുകാരെന്ത് പറഞ്ഞു കൊടുക്കണം അത് മാത്രം കേൾക്കുള്ളൂ. ഇവിടെ ആരെന്ത് പറഞ്ഞാലും അവൾക്കതൊരു വിഷയമല്ല. ഇപ്പോൾ ആരുടെ ഭാവിയാണ് നാശമായത്? അവളുടെ അല്ലേ? അവൾ അവിടെയും അവനിവിടെയും. അതിന് ശേഷം അവൻ പോകാറില്ല. 1-2 വട്ടമൊക്കെ പോയി വിളിച്ചു. അവൾ വാശി പിടിച്ചിട്ട് അവർ വാക്ക് കേട്ടിട്ട് അവൾ ഇരുന്നു. ഇപ്പം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, അങ്ങോട്ട് വിളിയുമില്ല, ഇവിടെ നിന്ന് അങ്ങോട്ടും വിളിയില്ല. അപ്പം നീ പറഞ്ഞ അവസ്ഥയ്ക്ക് അവൾക്കിപ്പോൾ 9-ാം മാസമാണ്, ഡേറ്റ് അയക്കണം. ഇപ്പോൾ എൻ്റെ മോളും അവൾക്ക് 1 മാസത്തെ വ്യത്യാസം തന്നെ ഉള്ളൂ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അവൾക്ക് 9 പറഞ്ഞു, കുറച്ച് ദിവസം ആയിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും കേടില്ലാണ്ട് പ്രസവിക്കട്ടെ. നമുക്ക് നമ്മുടെ മോൻ്റെ കുട്ടിയല്ലേ. എന്താ പറയുക, ഓരോ വാശി പിടിച്ച പെൺകുട്ടികളെ വാശി നാശമാണ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതന്നെ ഇപ്പോൾ അവളുടെ ഇതിൽ സംഭവിച്ചത്. അതെ മോളൊരു കാര്യം ചെയ്യും, ഭക്ഷണം എടുത്ത് വയ്ക്കാം. മോള് ഭക്ഷണം കഴിക്കുക. അതിൻ്റെ ഉള്ളിൽ മരുമോൻ വന്നാലേ മരുമോനോട് ഞാൻ പറയട്ടെ, ഒരാഴ്ചയും കൂടി നിർത്തി തരാം, ചോദിച്ചു നോക്കട്ടെ. ഇനിയിപ്പോൾ അവിടെ എന്ത് പ്രശ്നമായിട്ടാണാവോ ആൾ ദേഷ്യത്തിൽ പറഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനമില്ല. എന്തായാലും കുഴപ്പമില്ല, ആൾ വരട്ടെ. നീ എപ്പോഴേക്കും ചോറ് വയ്ക്കുമ്പോൾ ചോറെടുത്ത് വയ്ക്കട്ടെ. നീ ഇവിടെ എന്ത് ചെയ്യണ്? നീ അറിഞ്ഞാ സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്തയാ? എന്ത് സന്തോഷ വാർത്ത? അതേ, ശാലിക്കുട്ടി പ്രസവിച്ചു. പെൺകുട്ടിയാ. നിന്നെ കുറേ വട്ടം വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല കൊണ്ട് പരാതി വന്നു. അപ്പം എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫോൺ എടുത്തപ്പോൾ അങ്ങനെ സന്തോഷ വാർത്ത എന്നോട് പറഞ്ഞു. അപ്പം നീ അറിഞ്ഞിട്ടില്ലെന്നു? ആരും പറഞ്ഞില്ലേ? പെൺകുട്ടിയാണ് അല്ലേ? അതിനാവോ അവർ കുറേ വട്ടം എനിക്ക് വിളിച്ചിരിക്കണു. ഞാൻ മനഃപൂർവ്വം എടുക്കാണ്ട. എന്തിനത്? ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കോളുമില്ല, വിളിയുമില്ല, ഒരു അന്വേഷണമില്ല. ഇപ്പം എന്താണ് അവ വിളിച്ചിരിക്കണത്? അതാണ് ഞാൻ എടുക്കാത്തത്. പക്ഷെ അപ്പം എനിക്ക് വിളിച്ചിട്ട് കിട്ടാണ്ടായപ്പോൾ നിങ്ങൾക്ക് വിളിച്ചിരിക്കണു അല്ലേ? ശരി, ആയിക്കോട്ടെ. പെറ്റ് പഴച്ചില്ല, ഇനി എന്തുട്ടാ? അതൊന്നും പോയി കാണണ്ട, അതിനൊന്നും പോകും വേണ്ട. ഞാൻ പോവില്ല. ഇനി എന്തിനാ? ഒന്നാകാൻ വേണ്ടിയിട്ടാ. ഇനിയിപ്പോൾ പെൺകുട്ടിയല്ലേ പെറ്റിക്കണ്, അപ്പോൾ വന്ന് ഒന്നാകണമെന്നൊക്കെ ഉണ്ടാവും. പിടിച്ചു വെച്ചില്ലേ? പിടിച്ചു വെച്ചവർ എത്ര കാലം പിടിച്ചു വെക്കുന്നു നോക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. അതെ, ഞാൻ ഇപ്പുറത്തുള്ള വീട്ടിലത്തെ കാര്യമല്ല ഒന്ന് പറയണത്. നമ്മുടെ വീട്ടിൽ നമ്മുടെ മോനൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. അതിനെ കാണേണ്ട കേസാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെൺകുട്ടി ജനിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിളിച്ച് പറഞ്ഞത്. അപ്പം നീ ആ സന്തോഷം വേണ്ട, നല്ല വാക്കെങ്കിലും പറഞ്ഞൂടെ? പോണ്ട അങ്ങനെ എങ്ങനെ പറഞ്ഞത്? എന്ത് ദുഷ്ട മനുഷ്യൻ നിൻ്റെ! ഇപ്പോൾ നീ നന്നാകാനുള്ളതില്ലേ? നീ എവിടേക്ക് ഇതൊക്കെ എടുത്തു വെച്ചിരിക്കുന്നു? നീ മരുമക്കന്മാർ 2 വന്നു കഴിഞ്ഞു, എന്നിട്ട് ആ മനസ്സിൽ നീ മാറിയിട്ടില്ല. ഓരോ വർത്താനം പറയണൊക്കെ കണ്ടർ തരാനോ തോന്നുന്നു. നിങ്ങൾ വേണമെങ്കിൽ പൊക്കോ, നമ്മളില്ല. ഞാനും വരൂല, എൻ്റെ മോനും വരൂല. എൻ്റെ മോനെ ഞാൻ വരച്ച വര കിടക്കണ്ട പറഞ്ഞാൽ എൻ്റെ മോൻ കിടക്കൂല. അതാണ് ഇത്രയും കാലം. അല്ലെങ്കിൽ എൻ്റെ മോനക്ക് പൊക്കൂടെ? എൻ്റെ വാക്കാ എൻ്റെ മോൻ കേൾക്കുക. അല്ല, നിങ്ങൾക്ക് ഇതപ്പോൾ എന്നോട് ചാടിയില്ലേ? എനിക്ക് നന്നാകാനായില്ലേ? എന്നോടും കാണിച്ചത് എൻ്റെ മോനോടും കാണിച്ചത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ വേണമെങ്കിൽ പോയി കണ്ടോ, നിങ്ങളെ മോൻ്റെ കുട്ടീനെ പോയി കണ്ടോ. പോകണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ മോനും വരൂല, ഞാനും വരൂല. അവരെ ഇന്നെ അമ്മാതിരി വർത്താനം പറഞ്ഞിട്ടുണ്ട്. അവരിവിടെ വന്ന് എൻ്റെ കാല് പിടിക്കണം, എന്നാൽ തന്നെ എൻ്റെ മോനും ഞാനും അങ്ങോട്ട് കിടക്കുള്ളൂ. അതെ, പോത്തിനോട് വേദ ഓതിട്ട് വല്ല കാര്യമുണ്ടാ? ഒരു കാര്യമില്ല. അതെ, എൻ്റെ കുട്ടിയല്ല, എൻ്റെ പേരക്കുട്ടിന്. അത് നീ പറഞ്ഞാലും വല്ല പറഞ്ഞാലും വല്ല എന്നോട് വിളിച്ചതിരിക്കും ഞാൻ പോയി കണ്ടോളൂ, കണ്ടിട്ട് വരാം. അത് നിന്നോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായില്ലേ? പോകണ്ടെന്നാ ഞാൻ പറയണേ.
നീ പറഞ്ഞാണ് കേൾക്കാം. പോയിട്ട് കണ്ട് വായോ. ഇല്ലടാ ഞാനിതാ വീടിപ്പോൾ എത്തണു. ഉച്ചത്തെ ഭക്ഷണം കഴിച്ചിട്ട് പറഞ്ഞു ഞാൻ. ഭക്ഷണം കഴിക്കാൻ 1 മണിക്കൂർ ബ്രേക്ക് അല്ലേ. ശരിടാ ഞാനിത് ഉമ്മർത്തിരിക്കണ്ടേ. ഞാൻ വിളിക്കാട്ടോ, അങ്ങോട്ട് വിളിക്കാം. ഞാൻ ബ്രേക്ക് കഴിഞ്ഞിട്ടേ ഇറങ്ങുമ്പോൾ വിളിക്കാം. ഉമ്മ ചോറൊന്നും എടുത്ത് വെച്ചമ്മ. എനിക്ക് ഭയങ്കര വിശപ്പ്. ചോറ് വെച്ചിട്ട് ഞാനേ പോട്ടെ, കഴിക്കാൻ വേണ്ടി വന്നാ. ചോറൊക്കെ റെഡിയാണ് മോനെ. ചോറും മീൻ പൊരിച്ചതൊക്കെ റെഡിയാണ്. എന്നോടൊരു കാര്യം പറയണം. ഞാൻ വിളിച്ച് പറയണ്ട. നീ എന്തായാലും ചോറ് കഴിക്കാൻ വരില്ലേ എന്ന് വെച്ചിട്ട്. അല്ല, എൻ്റെ ഭാര്യ സാലിക്കുട്ടി പ്രസവിച്ചത്ര. പെൺകുട്ടിയാണ്. എന്തുമാ സാലിക്കുട്ടി പ്രസവിച്ചെന്നാ? മാഷാ അല്ലാ, പെൺകുട്ടിയാ? ഓ, ഞാനങ്ങനെ ഒരു ഉപ്പയായമ്മ. നമുക്ക് കാണാൻ പോണ്ടേ സാലിക്കുട്ടീനെ? ഉപ്പയോ? നമുക്ക് എല്ലാവർക്കും കൂടി പോവാം ഇപ്പം തന്നെ. ആര് കാണാൻ പോണ വിവരം നീ പറയണേ? എൻ്റെ ഉപ്പാനോടെ ഒരു അംഗം പറ്റിയിട്ട് ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. ഇതേ ഞാൻ പോണു പറഞ്ഞപ്പോൾ പോയി ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും. പോകണ്ടാന്ന് 100 വട്ടം പറഞ്ഞു. എന്തിനു പോണ്? ഇയ്യൊന്നും പോവില്ല, ഇയ്യും പോവില്ല, ഞാനും പോവില്ല. എൻ്റെ മോൻ ഞാൻ പറഞ്ഞ വാക്കന്നെ കേൾക്കുള്ളൂ. നിങ്ങൾ കേൾക്കാത്തതിന് നിങ്ങൾ പൊയ്ക്കോ, പോയി കണ്ടിട്ട് വന്നോന്ന് പറഞ്ഞിട്ട് ഉപ്പയായിട്ട് അംഗം പറ്റിയിട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ എന്താ പറയണ? എല്ലാവരും കൂടി പോകാന്നാ? എന്തുമ്മ, ഒരു വൈരാഗ്യം കാണിക്കേണ്ട സമയമാണോ ഇത്? പ്രസവം കഴിഞ്ഞിട്ട് പെൺകുട്ടിയാന്നിട്ട് അവർ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. നമ്മളിവിടെ നിന്ന് പോവാണ്ട് ഉമ്മാൻ്റെ വൈരാഗ്യം മനസ്സിൽ വെച്ച് നടക്കുക. ഉപ്പ പോയില്ലമ്മ. ഈ ഒരു സമയത്തൊക്കെ തന്നെയല്ലേ നമ്മൾ ഈ വാശിയും പിടിവാശിയും നിൽക്കാണ്ട് നമ്മളൊക്കെ ഒന്ന് പോയി ഒരുമിക്കല്. പിന്നെ എപ്പോഴും ഒരുമിക്കല്? എൻ്റെ മോളല്ലമ്മ. ഒന്നിലും ഉമ്മാൻ്റെ പേരക്കുട്ടിയല്ലേ. ഉമ്മാക്ക് കാണണമെന്ന് ആഗ്രഹമില്ലേ? ഉമ്മാൻ്റെ മനസ്സെന്തമ്മ ഇങ്ങനെ? എന്തൊക്കെ ദേഷ്യവും വൈരാഗ്യം ആയിക്കോട്ടെ, നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാമാ. അതിനിപ്പോൾ എന്താ ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോണത്? നമ്മളോട് അവർ കാണിച്ചു നോക്കുമ്പോൾ മറന്നാ? ഇത്ര പെട്ടെന്ന് മറന്നാ? ഇപ്പം എന്താ കുട്ടി പ്രസവിച്ചെന്ന് പറഞ്ഞപ്പോൾ വിളിച്ച് പറഞ്ഞ്. എന്നാൽ പ്രസവിക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്നാൽ അങ്ങനെ വയ്യാണ്ടായിരിക്കുന്നുണ്ട്, ആസ്പത്രിയിൽ പോകണമെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. പ്രസവിച്ചു എന്നൊരു കടമയ്ക്കൊന്ന് വിളിച്ച് പറഞ്ഞു. അപ്പോഴേക്ക് നീ ഇതേ ഓടണം പറയുന്നത്. നീ വിചാരിക്കണം പോലെ ഉമ്മാടെ മനസ്സ് കല്ല് മനസ്സൊന്നുമല്ല. എന്നോടും നിന്നോടും കാണിച്ചൊരു വിഷമം വേദന കൊണ്ടാണ് എനിക്ക് അവരോട് ദേഷ്യം. അറിയോ? എനിക്ക് എൻ്റെ മോൻ്റെ കുട്ടീനെ എനിക്ക് കാണണ്ടേ? എൻ്റെ മൂത്ത മോൻ്റെ കുട്ടീനെ കൽബ് നിറയെ ആഗ്രഹമുണ്ട്, പോകണം കാണണം എന്നൊക്കെ. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ആസ്പത്രിയിലല്ലേ പ്രസവിച്ചിരിക്കണം, ആസ്പത്രിയിൽ പോയി കണ്ടിട്ടേ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാ. അവർ കുടിയിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ പിന്നെ അങ്ങനെ നമുക്ക് ചെയ്യാമെന്നാ. വാശിയും വൈരാഗ്യൊന്നും വേണ്ടമ്മ. ഉമ്മ ഒന്ന് പോയി പറഞ്ഞെടുത്തിട്ട് നമുക്ക് പോയി കണ്ടിട്ട് വേഗം വരാം. ആ കുട്ടിയുടെ മനസ്സ് കാണുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള വാശിയും വൈരാഗ്യമൊക്കെ പോയിക്കോളും. എനിക്കും ഉണ്ടാവില്ല ആഗ്രഹവും, ഉമ്മാക്കും ഉണ്ടാവില്ല ആഗ്രഹം ഒന്ന് കാണാമെന്ന്. ഉമ്മ വന്നേ, ആ പറഞ്ഞെടുത്തിട്ടേ വാ. എന്നാൽ ശരി, പോയി കണ്ടിട്ട് വരാം. അമ്മ പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ഉമ്മയുടെ ദേഷ്യ സ്വഭാവം അവിടെ കാണിക്കരുത് അമ്മ. ഇതാണ് കാഷ്വാലിറ്റിൻ്റെ അതിൽ തന്നെയാണ് ഉണ്ണീനെ കൊണ്ടുവന്നത്. ഇവിടെ വെച്ചാണ് നമ്മൾ കണ്ടതും ബാങ്ക് കമ്പത്തൊക്കെ കൊടുത്തത് ഉണ്ണീനെ. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ വീണ്ടും സാധാരണ പോലെ കറക്റ്റ് ഇന്നലെ 6:15 എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്ന് 5:15 NCS Tamil BGM.